ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫലനോപ്സിസ് ഓർക്കിഡുകൾ പൂത്ത് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഒരുവിധം നമ്മുടെ മുൻപ് കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫലനോപ്സിസ് ഓർക്കിഡുകളും, നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ചിരുന്ന എല്ലാ ഫലനോപ്സിസ് ഓർക്കിഡുകളും പൂക്കളും ബഡുകളൊക്കെ തന്ന് കഴിഞ്ഞ തവണ നമ്മളെ കണ്ട കൊല പൂക്കളെക്കാളും പൂക്കളുടെ എണ്ണത്തിൽ വലുപ്പം കൂടുതലുള്ള പൂക്കളുകളൊക്കെ ആയിട്ട് നമ്മുടെ ഫലനോപ്സിസ് ഇപ്പം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂത്തു. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം ഫലനോപ്സിസ് പ്ലാന്റുകൾ നമ്മുടെ കളക്ഷനിലേക്ക് വാങ്ങുന്നതും പരിചരിക്കുന്നതും. ഈ ഒരു സമയത്താവുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് കണ്ട് ധൈര്യമായിട്ട് വാങ്ങാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡെൻഡ്രോബിയം ഓർക്കിഡുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫലനോപ്സിസിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കളക്ട് ചെയ്ത ഓർക്കിഡുകളെല്ലാവരും തന്നെ ഫലനോപ്സിസ് ഓർക്കിഡുകളെല്ലാവരും തന്നെ ഇത്തവണ അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പൂക്കാലം കഴിയുമ്പോഴും നമ്മുടെ ഫലനോപ്സിസ് ഓർക്കിഡിനെ മറ്റുള്ള പ്ലാന്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഓർക്കിഡുകളെ സംബന്ധിച്ച് ഒരിത്തിരി ശ്രദ്ധയും സംരക്ഷണമൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് അവരടുത്ത തവണത്തേക്ക് അടിപൊളിയായിട്ട് പൂക്കുള്ളൂ. ഇത് നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പൂക്കളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ പ്ലാന്റിന് കൊടുക്കേണ്ട കെയറിങ് ഒക്കെ നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ നമ്മുടെ ആ ഒരു സ്റ്റെം ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സീസൺ ആയപ്പോൾ അതിൻ്റെ അറ്റത്ത് പുതിയ പൂമൊട്ടുകൾ വന്നു തുടങ്ങി. അപ്പോൾ പ്ലാന്റ് ഒരുപാട് ആ പ്ലാന്റിൽ നിന്ന് ഒരുപാട് നീളത്തിൽ വന്നിട്ടാണ് ഈ ഒരു വെറൈറ്റിയിൽ ഫ്ലവർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നീളത്തിലാണ് അതിൻ്റെ ആ ഒരു ഫ്ലവർ സ്പൈക്ക് നിൽക്കുന്നതും. അപ്പോൾ ഡ്രൈ ആവാത്തത് കൊണ്ട് നമ്മളതിനെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫലനോപ്സിസ് ഓർക്കിഡ് പൂക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 6 മാസത്തോളം ഒരുക്കി വിരിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫലനോപ്സിസ് ഓർക്കിഡിൽ. അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിനെ അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ സ്പൈക്കിനെ എന്ത് ചെയ്യണം, എങ്ങനെ സംരക്ഷിക്കണം, അടുത്ത വർഷത്തേക്ക് എങ്ങനെ ഒരുക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും. നമ്മുടെ പൂന്തണ്ടിൽ നിന്ന് പൂ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അത് അതേപോലെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ പൂർണ്ണമായും ആ ഒരു സ്പൈക്ക് നമുക്ക് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ തവിട്ട് നിറമോ മഞ്ഞ നിറമോ ഒക്കെ നമ്മുടെ സ്പൈക്കിൽ കാണിക്കാൻ തുടങ്ങിയ അത് നീക്കം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പ്ലാന്റിൽ അല്ലെങ്കിൽ ആ ഒരു പൂന്തണ്ടിനെ നമുക്ക് മറ്റു ഓർക്കിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫലനോപ്സിസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പൂന്തണ്ട് ആരും പൊതുവേ കട്ട് ചെയ്ത് കളയാറില്ല. കാരണം ആ പൂന്തണ്ടിൽ നിന്ന് അടുത്ത വർഷം വീണ്ടും പുതിയ ബഡുകൾ അതിൻ്റെ അറ്റത്ത് വന്ന് പൂ വിരിയും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തണ്ടിൽ നിന്ന് പുതിയ നമ്മുടെ ഫലനോപ്സിസ് പ്ലാന്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ കിക്കീസ് പുതിയ തൈകൾ ഉണ്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ നമ്മുടെ ഫലനോപ്സിസിൻ്റെ തണ്ടുകളെ കട്ട് ചെയ്ത് കളയാറില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ നിർത്തുന്ന തണ്ടുകളിൽ മിക്കവാറും ആ ഏറ്റവും അറ്റത്ത് പോയിട്ട് പുതിയ ബഡുകൾ ഉണ്ടായിട്ട് ഫ്ലവർ വിരിയും. പക്ഷേ കഴിഞ്ഞ തവണത്തേതിൻ്റെ അത്ര അട്രാക്റ്റീവായ പൂക്കളായിരിക്കില്ല പിന്നീട്. മിക്കവാറും നമ്മളും നമ്മുടെ പൂവിൻ്റെ തണ്ടുകൾ അത് ഉണങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് കളയാറുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്പൈക്കും നമ്മളങ്ങനെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരെ പൂ വിരിയാൻ വേണ്ടി വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്തവണയും അറ്റത്ത് കുറച്ച് ബഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വിരിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ സ്പൈക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ വിരിയാൻ വേണ്ടി വിടാം. പക്ഷെ ഒരുപാട് നീളം പോയി അറ്റത്ത് ഒരു 2 or 3 പൂ ഉണ്ടാവുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബാക്കി എല്ലാ പ്ലാന്റുകളും ട്രിം ചെയ്ത് വിടാറുണ്ട്. ഇത് ഒരു ഇത്തിരി ഹെൽത്ത് കൂടുതലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് എന്താണ് അടുത്ത സീസണിൽ സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ അങ്ങനെ തന്നെ നിർത്തിയതാണ്. എത്ര ഭംഗിയിലാണ് പൂ വിരിയുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വേറൊരു ഫലനോപ്സിസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 3 or 4 സ്പൈക്ക് പൂക്കൾ ഓൾറെഡി തന്നു കഴിഞ്ഞൊരു പ്ലാന്റാണത്. ഈ ഒരു പ്ലാന്റിൻ്റെ പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണ്ട് പതുക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങും. അപ്പോൾ അന്നേരം ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിലും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ 2-3 സ്പൈക്കുകൾ കാണാം. അപ്പോൾ ഈ ഉണങ്ങി നിൽക്കുന്നതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ ഫ്ലവർ. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ തൊട്ടടുത്ത് തന്നെ പുതിയൊരു സ്പൈക്ക് വന്നു, അതിൽ ഫ്ലവർ ഉണ്ടായി. അതിങ്ങനെ ഹാഫ് ഉണങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നോഡ് വെച്ച് തൊട്ട് മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഈ ടിപ്പിൽ ഒരു നോഡുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഒരു 6 മാസത്തിൽ മേലെയായിട്ട് ഇപ്പോഴും ഉണങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പുതിയ സ്പൈക്ക് പ്ലാന്റിൻ്റെ കിക്കി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു പൂ കഴിഞ്ഞിട്ടുള്ള തൊട്ട നോഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണങ്ങി തുടങ്ങിയ ആ ഒരു പ്ലാന്റിൻ്റെ സ്പൈക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നോഡിൽ നിന്ന് പുതിയ പൂങ്കൊലയോ അല്ലെങ്കിൽ പുതിയ കിക്കിയോ കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. പുതിയ പൂങ്കലയോ അല്ലെങ്കിൽ പുതിയ കിക്കിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൈ സഹായം നമുക്ക് നമ്മുടെ പ്ലാന്റിന് ചെയ്തു കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മദർ പ്ലാന്റ്. അപ്പോൾ ഇത് കണ്ടോ, പുതിയ സീസൺ ആയപ്പോൾ അറ്റത്ത് പുതിയ ബഡുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും നീളത്തിൽ നമ്മുടെ പൂവിൻ്റെ
പൂന്തണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പൈക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂവും കൂടെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ പൂവ് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു നോഡിനെ ഒന്ന് അടുത്ത സ്പൈക്കോ അല്ലെങ്കിൽ ഒരു കിക്കിയോ വരാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ മുളയ്ക്കൊക്കെ നിൽക്കുന്ന പോലെ ഒരു ചെറിയൊരു കവറിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓരോ നോഡും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ ആ ഒരു നോഡിൻ്റെ ഉള്ളിലെ ഗ്രോത്തിൻ്റെ ആ ഒരു ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഈ ഒരു കവറിങ് നമ്മൾ നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒരു കവർ നീക്കി കൊടുത്ത് ആ ഒരു ഗ്രോത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ കവർ നീക്കം ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നീക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്തിനുള്ള എന്തെങ്കിലും നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുതിയ പൂവിൻ്റെ തണ്ടോ അല്ലെങ്കിൽ പുതിയ കിക്കിയോ ഒക്കെ നമുക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അതേപോലെ ഇത് നമ്മുടെ കളക്ഷനിലുള്ള ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഒരു സ്പൈക്ക് വരുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മൂപ്പര് സ്പൈക്ക് ആയിരുന്നില്ല, ഒരു കിക്കിയാണ് ആ ഒരു സ്പൈക്കിൽ വന്നത് കണ്ടു. അപ്പോൾ ഈ ഒരു തണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൂന്തണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ആദ്യം അതിൽ വന്നത് ഒരു കിക്കി ആയിരുന്നു. അപ്പോൾ കിക്കി കണ്ടപ്പോൾ നമുക്ക് നിരാശയായി. കിക്കി ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ സന്തോഷമാണെങ്കിലും നമുക്ക് പൂ കാണാനാണ് ഏറ്റവും അധികം ആഗ്രഹം തോന്നുക. അങ്ങനെ ആ ഒരു കഴിഞ്ഞ വർഷം മുഴുവൻ മൂപ്പര് ആ ഒരു കിക്കി ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് ഇത്തവണ സീസൺ ആയപ്പോൾ ആ കിക്കിയുടെ തൊട്ട് താഴെ നിന്ന് പുതിയൊരു അപ്പോൾ നമ്മളിതുപോലെ കിക്കീസൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കിക്കിയിൽ ഒരു 4-5 നല്ല റൂട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോർക്ക് റൂട്ടൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു സ്പൈക്ക് വരുന്നത് കാണാനും പറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൂന്തണ്ടുകൾ ട്രിം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ 3 സമയങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് പൂന്തണ്ടുകൾ ട്രിം ചെയ്യുക. ഒന്ന് നമ്മുടെ പൂന്തണ്ട് പച്ച കളറൊക്കെ മാറി പതുക്കെ ആ ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഉണക്കോ കാണിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ ട്രിം ചെയ്ത ഒരു പ്ലാന്റിൽ പുതിയൊരു കിക്കിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ നോഡിൽ നിന്ന് പുതിയൊരു കിക്കിയാണ് വളർന്നു വന്നത്, ബഡല്ല. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ നിന്ന് നമുക്കൊരു പുതിയ കുട്ടിയെ കിട്ടി. അല്ല ചില സമയങ്ങളിൽ ബഡായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത തൊട്ട് താഴെയുള്ള നോഡിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള നോഡിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത നോഡിൽ നിന്ന് ഒരു പുതിയ ബഡാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തവണ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബഡ് വന്നു, ഫ്രഷ് ആയിട്ടുള്ള പൂക്കളും നമുക്ക് വിരിഞ്ഞ് കിട്ടും. നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ വിടുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ അറ്റത്ത് പോയിട്ട് ഒരു 4-5 ഫ്ലവറൊക്കെയാണ് കേട്ടോ മാക്സിമം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നിന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയൊരു റൂട്ട് വരും. അല്ല എങ്കിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് തന്നെ പുതിയ റൂട്ട് വരും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ട് ചെയ്തെടുത്ത് സാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ എന്തായാലും പുരട്ടി കൊടുക്കും. അപ്പോൾ നോഡ് ഇങ്ങനെ പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്ലവറിൻ്റെ സ്പൈക്ക് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് തണ്ട് ചുവട്ടിൽ നിന്ന് തന്നെ ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചെടിയുടെ എനർജി കംപ്ലീറ്റ്ലി നമ്മുടെ വേരിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടും പ്ലാന്റ് ഹെൽത്തി ആവുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു പ്ലാന്റ് ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു തണ്ട് നിന്ന് അതിലേക്ക് ഊർജ്ജം ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിനും അടിയിൽ വെച്ചിട്ട് ആ ഒരു സ്പൈക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അടുത്ത വർഷത്തേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പുതിയ ഒരു സ്പൈക്ക് വന്ന് നമുക്കൊരു അടിപൊളി പൂങ്കൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പൂക്കാലം കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകളെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് വെച്ചാലാണ് അടുത്ത സീസണിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ പ്ലാന്റ് പുതിയ പൂങ്കലകളും വലിയ പൂങ്കലകളൊക്കെ നമുക്ക് തരുള്ളൂ കേട്ടോ. അപ്പോൾ പൂ കഴിഞ്ഞുള്ള നമ്മുടെ ഫലനോപ്സിസിൻ്റെ കെയറിങ് അടുത്ത വർഷത്തിലേക്ക് നമ്മുടെ ചെടിയെ നമ്മൾ ഒരുക്കി നിർത്തുന്നതും കൂടിയാണ്. കൃത്യസമയത്ത് വളം കൊടുക്കുക, ചൂടധികമില്ലാത്ത സ്ഥലത്ത്. ഇനി അങ്ങോട്ട് ചൂടാണ്, അപ്പോൾ ചൂടധികമില്ലാത്ത സ്ഥലത്ത് നമ്മുടെ ഫലനോപ്സിസിനെ സൂക്ഷിക്കുക. അടുത്ത പൂക്കാലം വരെ നമ്മുടെ ഓർക്കിഡിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. കൊഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫലനോപ്സിസിന് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം അടുത്ത വർഷം എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഇപ്പോഴേ തീരുമാനിക്കുന്നത് പോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ പൂക്കാലം കഴിഞ്ഞാലും ഫലനോപ്സിസിനെ സംരക്ഷിക്കുക. അടുത്ത വർഷം നമുക്ക് ഇതിനും ഇടിവെട്ട് ഒരു പൂക്കാലം കൊണ്ട് നമ്മുടെ ഫലനോപ്സിസ് വരും. അപ്പോൾ നല്ല ഫലനോപ്സിസിൻ്റെ കളക്ഷൻ നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്